ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളോടൊപ്പം ഒത്തുചേർന്നിരിക്കുന്നത് 3 ആൾക്കാരുണ്ട്. നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് അലീന ഏഞ്ചൽ. അഫീഫ തസ്നീം. അഫീഫ എവിടുന്നാ വരുന്നേ? വയനാട്ടിൽ നിന്ന്. വയനാട്. അലീനയോ? തൃശ്ശൂർ. തൃശ്ശൂർ. എന്റെ പേര് അൽഫിയ, കൊല്ലത്തുനിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളിവിടെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്കൊന്ന് ഷെയർ ചെയ്താൽ? ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. പിന്നെ കിട്ടിയ സന്തോഷവും ഇങ്ങോട്ടൊക്കെ ഇട്ട് നമ്മുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കരിച്ചതിന്റെ ആ ഒരു എന്താ വലിയ സന്തോഷത്തോടെയാണ് വരുന്നത്. എന്നാലും പേടിയൊക്കെ ഉണ്ടാവും, റാഗിങ് ഉണ്ടാവുമോ, പിന്നെ പുതിയ സ്ഥലം, പുതിയ ഹോസ്റ്റൽ, പുതിയ ഫ്രണ്ട്സ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഭൂരിഭാഗവും നമ്മുടെ ബ്രില്യന്റിലെ കുട്ടികൾ തന്നെയായിരുന്നു. അപ്പോൾ ബ്രില്യന്റ് ആണ്, എവിടെ പഠിച്ച ബ്രില്യന്റ് ആണെന്ന് പറയുമ്പോഴും നമുക്ക് എന്റെ വീട്ടിൽ നിന്ന് അല്ലെ എന്റെ ഫാമിലിയിൽ നിന്ന് ഒരാളാണ്, അപ്പൊ എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, എനിക്ക് കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പിന്നെ ഓൾമോസ്റ്റ് ഹാപ്പി ആയിരുന്നു. ഫാമിലി വീട്ടിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്കറിയാലോ, നമ്മളിപ്പോ ഇത്രയും നന്നായിട്ട് പഠിച്ച് നമുക്കൊരു റിസൾട്ട് നമുക്ക് കിട്ടി കഴിയുമ്പോൾ വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അറ്റ്മോസ്ഫിയർ, എനിക്ക് റിസൾട്ട് വന്നത് ലാസ്റ്റ് സ്ട്രേ വേക്കൻസിയിലായിരുന്നു. അപ്പൊ അതുവരെ കിട്ടാത്തതിന്റെ ഒരു വിഷമവും ഇനി എന്ത് ചെയ്യും, എന്റെ സ്വപ്നം വെറുതെ ആയി പോവോ, എനിക്ക് 600 എബോ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ ആവോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് സ്ട്രേ വേക്കൻസിയിൽ അതുകൂടെ ഉള്ളു വരാൻ. ഫസ്റ്റിലില്ല, സെക്കൻഡില്ല, തേർഡ് അലോട്ട്മെന്റിൽ ഒന്നുമില്ല. പിന്നെ സ്ട്രേ വേക്കൻസിയിലെ റിസൾട്ട് വരുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഞാൻ അടുക്കളയിൽ എന്താ ചെയ്തോണ്ടിരിക്കാണ്. അപ്പോഴാണ് എനിക്ക് കോൾ വന്നത്, റിസൾട്ട് നോക്കിയോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അറിഞ്ഞിട്ടില്ല, എന്താണ് പറഞ്ഞ ആലപ്പുഴ പഠിക്കുമ്പോൾ. അപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്ത് വെച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ ഓടി എന്റെ ഉമ്മാനോട് പറഞ്ഞു മാറ്റി കിട്ടിയുമ്മ. ഉമ്മ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു സെറ്റിമേല്. ചാടി എവിടെ കിട്ടിയ ചോദിച്ചു. ആലപ്പുഴന്ന് അല്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷായി. കാരണം എത്രയോ ലേറ്റ് ആയിട്ട്, എന്റെ വീട് കൊല്ലത്താണ്, അപ്പൊ ഇവിടുന്ന് എനിക്ക് 1 hour ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ഇത്രയും ലേറ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചല്ല കിട്ടിയാൽ തന്നെ കർണാടക അങ്ങനെ ദൂരെ എവിടെയെങ്കിലും കേരളം വിടണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അല്ലേ? വിട്ടു പോണം, എന്നാലും കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു. പക്ഷെ ഇത് കിട്ടി, ഇത്രയും ലാഗ് ആയിട്ടും അടുത്ത് തന്നെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു വലിയൊരു ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? പിന്നെ നമുക്ക് ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വരെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, സന്തോഷമുണ്ട്. കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരുന്നു. അതന്നെ. തന്റെ എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് പറയാവുന്നത്? വീട്ടില് എല്ലാരും ഹാപ്പി ആയിരുന്നു. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോ തന്നെ കിട്ടുമായിരിക്കും എന്നുള്ള ഇതിലാണ് ഇറങ്ങിയത്. പക്ഷെ പ്രതീക്ഷ അത്രയും മാർക്ക് വന്നില്ല. കാരണം കുറച്ച് അറിയുന്നതൊക്കെ തെറ്റി, അങ്ങനെയൊക്കെ കുറച്ച് മാർക്ക് ലോ ആയിപ്പോയി. എന്നാലും അത്യാവശ്യം എനിക്ക് വീട് വയനാട്ടിലായതുകൊണ്ട് അങ്ങോട്ട് നോർത്തിൽ എവിടെയെങ്കിലും ഒരു കോളേജ് കിട്ടും എന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ. പക്ഷെ ആലപ്പുഴ വന്നപ്പോൾ ആദ്യം ഒന്ന് ഡിസപ്പോയിന്റഡ് ആയി. പക്ഷെ ഇവിടെ വന്നപ്പം എന്തുകൊണ്ടൊക്കെയോ ഇവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ലതാണ് കോളേജ് എല്ലാം, ടീച്ചേഴ്സും അക്കാഡമിക്സും എല്ലാം നല്ലതാണ്. പിന്നെ ഇവിടെ എവിടെ ചെല്ലുമ്പോഴും ബ്രില്യൻറ്റൈൻസ് ആണ് മൊത്തം. ഇവിടെ ആണേലും ഓ തീർച്ചയായിട്ടും ഇല്ല, നമ്മൾ ചോദിക്കും ആരെങ്കിലും കാണുമ്പം ബ്രില്യന്റ് ആണോന്നാ ചോദിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് ആൾക്കാരും ബ്രില്യന്റ് തന്നെ ആയിരിക്കും. സോ നല്ല എക്സ്പീരിയൻസ് ആണ്. എന്താണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഒരു വൈബ്? നമ്മുടെ ബ്രില്യന്റിന്റെ ക്യാമ്പസും ഇവിടെ വന്നുള്ള ക്യാമ്പസും അതിന്റെ ഒരു വൈബ് ഒന്ന് ഷെയർ ചെയ്തേ. വൈബ് എന്ന് പറയുമ്പം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാം ബ്രില്യന്റിയൻസ് ആണ് ഉള്ളത്. കൂടുതൽ മെജോറിറ്റി ഉള്ളത് അവരെ തന്നെയാണ്. നമ്മളിങ്ങനെ പേര് ചോദിച്ച് പരിചയപ്പെടുമ്പോഴായാലും ഒന്നില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലൊക്കെ വെച്ച് ബ്രില്യന്റിൽ തന്നെ വെച്ച് എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വന്നപ്പം പറഞ്ഞ പോലെ ക്യാമ്പസ് ബ്രില്യന്റ് എന്ന് പറയുമ്പോൾ നമ്മള് പഠിപ്പ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ മനസ്സ് പോവില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെതായിട്ടുള്ള ഒരു വൈബാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റൽ ഇങ്ങനെ അടുത്തില്ലാത്തതുകൊണ്ട് നമുക്ക് പക്ക ഒരു കോളേജ് തന്നെയാണ്. ക്യാമ്പസിനകത്തല്ല ഹോസ്പിറ്റൽ എന്ന ആ ഒരു കാരണം കൊണ്ട് എന്താ പറയാ പക്ക ഒരു കോളേജിന്റെ ഒരു മോഡ് തന്നെയാണ്. അപ്പോ എന്താ പറയാ നൈസാണ്, ഹാപ്പിയാണ്. ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബ്രില്യന്റിലെ കഴിഞ്ഞ വർഷം നിങ്ങൾ ഇരുന്ന അതേ പൊസിഷനിൽ അടുത്ത കുട്ടികൾ ഇരിപ്പുണ്ട് 2024. കഴിഞ്ഞ വർഷം നമ്മൾ എഴുതിയതുപോലെ മോഡൽ എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഫെബ്രുവരി 4 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരോട് നമുക്ക് എന്നൊക്കെ പറയാൻ പറ്റും നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുമ്പോൾ? ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനൊന്നും പറയാൻ എനിക്ക് ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. നിങ്ങളെങ്ങനെയാ പഠിക്കുന്നത് അതുപോലെ തന്നെ പഠിക്കുക. പിന്നെ ടെൻഷനൊന്നും ആവാണ്ടിരിക്കുക. ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. ഞാനൊക്കെ വീട്ടിൽ നമുക്ക് ഒരാഴ്ച 3 ദിവസം വീട്ടിൽ വിളിക്കാനൊക്കെ സമയം കിട്ടും. വീട്ടിൽ വിളിച്ചിട്ട് കരച്ചിലോടെ കരച്ചിലായിരിക്കും. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉമ്മ കരയും, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ കരയും. അങ്ങനെ മൊത്തത്തിൽ കരച്ചിലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം എന്ന് വിചാരിക്കരുത്.
എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, എല്ലാവരും ആ ഒരു ഫേസിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പേടി ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ഇപ്പൊ വീട് വിട്ട് മാറി നിൽക്കുന്ന ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു വിഷമം ഉണ്ടാവും. എപ്പോഴും വന്ന് തന്നെ കാണുന്നില്ലല്ലോ, ബാക്കിയുള്ള കുട്ടികളുടെ പേരൻസ് ഒക്കെ എപ്പോഴും വരുന്നുണ്ട്, ആ ഒരു ടെൻഷൻ. പിന്നെ മാർക്ക് കുറയുമ്പോൾ അതിന്റെ പേടി. ഒന്നും നിങ്ങൾ ബ്രില്യന്റിൽ ആരും ഫോഴ്സ് ചെയ്യില്ല, എന്താ മാർക്ക് കിട്ടാത്ത, എന്താ നിങ്ങൾ പഠിക്കാത്ത, അങ്ങനെ ഒരു ചോദ്യമില്ലേ. നമ്മൾ ഹെൽപ്പ് ചെയ്യാനേ ശ്രമിക്കൂ. ഇപ്പൊ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ആയാലും നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയാലും എല്ലാം നമ്മൾ ഫുൾ സപ്പോർട്ടായിരിക്കും. ഞാൻ നടുത്തൊട്ടി ഹോസ്റ്റലായിരുന്നു. അപ്പം സ്റ്റീഫൻ സാറായിരുന്നു ഇടക്കിടക്ക് എപ്പോഴും വരുമായിരുന്നു സാറിനെ കാണാൻ. സാറിന്റെ മീറ്റിംഗ് അടിപൊളിയാണ്. സാറാണ് എന്റെ സ്പെഷ്യൽ സംഭവം. സാറ് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെന്താ പറയാ, സാറിന്റെ ഓരോ മോട്ടിവേഷൻ. സാറ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കും. സാർ ഇപ്പം സാറിന്റെ ഫാമിലിയിലെ കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് സീനിയേഴ്സിന്റെ അവരുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്താ നമ്മുടെ സെന്റേഴ്സിലെ കുട്ടികളുടെ എക്സ്പീരിയൻസ് അതൊക്കെ ഷെയർ ചെയ്യും. നമുക്ക് ആ ഒരു കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് നല്ല ഫ്രീ ആയിട്ട്, നല്ല ഫ്രീ മൈൻഡോടെ സാറിനോട് സംസാരിച്ചിരിക്കും. ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ കുറച്ച് സമയത്ത് അപ്പോഴായിരിക്കും നമ്മൾ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സാറിനോട് ഷെയർ ചെയ്യുന്നത്. സാർ അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. എങ്ങനെ പഠിക്കണം, എങ്ങനെ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യണം, എന്താ വിഷമത്തിന്റെ ഒക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആസ് എ ഡയറക്ടർ, ഒരു ഡയറക്ടറായിട്ട് കൂടിയും സാർ നമ്മളോട് അത്ര ഇതായിട്ട് നിൽക്കും. അത് ഞാൻ സ്റ്റീഫൻ സാറിന് മാത്രം പറയല്ല, ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർ അവരവരുടെ ഹോസ്റ്റലും ബാച്ചും ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോ എന്താ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ നമുക്ക് ആ കിട്ടുന്ന, ഞാൻ ഇപ്പൊ പറഞ്ഞു എനിക്ക് സ്റ്റേ വേക്കൻസിയിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പൊ ആ ലാസ്റ്റ് ടൈം കിട്ടുന്ന കൂടെ വരെ പോലും ഒപ്പം നിന്നത് ശിവൻ സാറാണ്. ശിവൻ സാറെ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് എത്ര വട്ടം എനിക്ക് ആർക്കറിയില്ല. അപ്പൊ സാർ അപ്പൊ എല്ലാരും ഇങ്ങനെ ചോദിക്കും, നീയൊക്കെ വിളിച്ചാ ശിവൻ സാർ എടുക്കുവോ, ഫോണൊക്കെ എടുക്കുവോ? ഞങ്ങളൊന്നും വിളിച്ചാൽ എടുക്കൂലല്ലോ, നിങ്ങളോടൊക്കെ അത്ര സ്നേഹമാണോ? സാറ് വലിയ ആളല്ലേ, വിളിച്ചാലൊക്കെ എപ്പോഴും ഫോൺ എടുക്കുമോ ചോദിക്കും. സാർ എപ്പോ ഞാൻ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫോൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈ തരും. അഡ്മിഷൻ കിട്ടുന്ന വരെ, ആ ലാസ്റ്റ് നൈറ്റ് ഞാൻ അറിയുന്ന വരെ സാർ ഒപ്പം ഉണ്ടായിരുന്നു. എന്റെ ഓരോ നിമിഷം കിട്ടാതെ ഇങ്ങനെ വിഷമിക്കുമ്പോഴും എന്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് ശിവൻ സാറിനെ കാണാനാ പോണേ, എന്താണ് സാർ ഒരു മാർഗം പറഞ്ഞു തരും. അത് കേൾക്കുമ്പോഴാണ് എന്റെ ഉമ്മക്കൊരു സമാധാനം. അപ്പം ബ്രില്യന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ അത്ര ഒരു ഇതാണ്, എന്താ പറയുന്നത് എനിക്കറിയില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നമ്മൾ വിക്ടറിയിൽ എവിടെ എത്തുന്നു ആ ഡെസ്റ്റിനേഷൻ വരെ നമ്മുടെ കൂടെ നമ്മളെ കൊണ്ടുപോകാൻ 100% നിങ്ങൾ നല്ലോണം പഠിക്കുക. നമ്മുടെ മോഡൽ എക്സാം വളരെ വരാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ മോഡൽ എക്സാമിന്റെ ആ ഒരു പഠന രീതികൾ എങ്ങനെയായിരുന്നു? അപ്പോൾ ആ രീതികൾ നിങ്ങൾ ഇനി തൊട്ട് എഴുതാൻ പോകുന്ന ആൾക്കാരോടൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ഏത് രീതിയിലായിരുന്നു പഠിച്ചിരുന്നത്? അപ്പോൾ ഏത് സ്ട്രാറ്റജിയിലാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത്? അപ്പോൾ അതിൽ സ്ട്രെസ് സ്ട്രെയിനൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏത് പഠന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ആ ഒരു കാര്യം നമുക്കിനി വരാതിരിക്കുന്ന കുട്ടികളോടൊന്ന്. ഇപ്പം മോഡലിൽ നമ്മൾ ബ്രില്യൻറ്റിൽ ഇത് നോക്കുകയാണെങ്കിൽ അവർ ഒരു യൂണിറ്റ് വൈസ് ആണ് നമുക്ക് നടത്തുക മോഡല്. അപ്പോൾ നമ്മൾ അതന്നെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു യൂണിറ്റ് വൈസ് ആവുന്നതിന് ഇപ്പോൾ ഇത്ര ചാപ്റ്റർ വെച്ച് നമുക്ക് പഠിച്ചാൽ മതി. ആ ഒരു എക്സാമിനോട്ടുള്ള പോലെ നീറ്റിന് ആണ് ശരിക്കും പഠിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആ ഒരു ടൈം ലൈനിനുള്ളിൽ ആ 3 ചാപ്റ്റേഴ്സ് ഉള്ള ഒരു ഇത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവാണ്. അപ്പം ഞാൻ മോഡലിൽ പഠിച്ചിരുന്നത് പറയുമ്പോൾ ഈ പറഞ്ഞ യൂണിറ്റിൽ ഏതൊക്കെയാണ് പോർഷൻസ് നമുക്ക് എക്സാമിന് വരുന്നത് അതിരുന്ന് പഠിച്ചു. പിന്നെ ഞങ്ങളുടെ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ആയാലും അതുപോലെ ഡയറക്ടേഴ്സ് ആയാലും എപ്പോഴും പറയുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മോഡലിൻ്റെ സമയത്താണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഒരു ഞാൻ രാവിലെ തൊട്ടൊരു വൈകിട്ട് വരെ പഠിച്ചതിന് ശേഷം ഒരു ടൈമിൽ കൃത്യം ഇന്ന ടൈം വെച്ചിട്ട് 3 മണിക്കൂർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം, അതിപ്പോൾ നമ്മൾ സ്റ്റഡി ലീവുള്ള ദിവസങ്ങളിൽ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും തീർക്കാൻ പറ്റുന്നില്ല. ഇപ്പം 2-3 ദിവസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റുന്നൊന്നും വരില്ല. പക്ഷെ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് അത്രയും വൃത്തിയായിട്ട് പോവാം. നമുക്ക് നീറ്റിനാണല്ലോ പഠിക്കേണ്ടത്. അപ്പം ആ ഒരു രീതിക്ക് പഠിച്ച് പോയാൽ മതി. മോഡൽ എക്സാം സീസൺ എന്ന് പറയുമ്പോൾ പൊതുവെ നല്ല ടെൻഷൻ വരുന്ന സീസണാണ്. കാരണം നമ്മൾ ഇത്രയും കാലം ചെയ്ത വർക്ക് അത് അത്രയും നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ കുട്ടികൾക്കല്ലാണ്ട് അവരുടെ പഠനം സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എപ്പോഴും ഞാൻ പഠിച്ചത് പോരാ, ഇത് വെച്ച് ഞാൻ നീറ്റിന് അപ്പിയർ ചെയ്താൽ എനിക്ക് കിട്ടുമോ, അങ്ങനെയുള്ള ടെൻഷനായിരിക്കും. അത് ഞാൻ പറയുന്നത് അത് ഒരാൾക്കല്ല, അത് എല്ലാവർക്കും ഉള്ള ടെൻഷനാണ്. കാരണം നമ്മളെപ്പോഴും അത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇനിയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയേനെ, അപ്പോൾ കൂടുതൽ നല്ല കോളേജിൽ എത്തണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ ആ ഒരു ആഗ്രഹമാണ് നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ചെയ്യുക എപ്പോഴും. എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമിൻ്റെ മുമ്പെയൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് അതിനു മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും, പക്ഷെ കൂടുതലും തിയറിയിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്.
അപ്പോൾ തിയറി കവർ ചെയ്യുക, പിന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഒക്കെ വേറെ എഴുതി വെച്ചു. മോഡൽ എക്സാമിൻ്റെ ടൈമിന് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് വരുമ്പം എന്തായാലും മൊത്തം കവർ ചെയ്യൽ നടക്കില്ലല്ലോ. അപ്പം കൂടുതലും ആ ഇക്വേഷൻസിലൂടെ, ആ മെയിൻ പോയിന്റ്സിലൂടെ കടന്നു പോയതിന് ശേഷം നമ്മൾ ചാപ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരും ടെൻഷൻ ആവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും നമ്മുടെ മാക്സിമം ചെയ്യുക. ബാക്കിയുള്ളവർ ചെയ്യുന്ന രീതികൾ കാണുമ്പം ടെൻഷൻ ആവുന്ന ഒരു പ്രവണത അവിടെ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റി വ്യത്യാസമാണ്, ഓരോരുത്തരുടെ മെത്തേഡ് വ്യത്യാസമാണ്. അത് ഉൾക്കൊണ്ടിട്ട് നമ്മുടെ മാക്സിമം എപ്പോഴും നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പോൾ റിസൾട്ട് വിൽ ബി യുവേഴ്സ്. ഡെഫിനറ്റ്ലി നമുക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ മാക്സിമം ചെയ്യുക, നമ്മുടെ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. ആൻഡ് നമുക്ക് ഉള്ള മെഡിക്കൽ കോളേജിൽ നമ്മുടെ സീറ്റ് നമുക്ക് കിട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രില്യൻറ്റിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യത്തെ പറ്റി പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ മെമ്മറബിൾ ആയിട്ട് തോന്നുന്നത്, ഞാൻ നടുത്തോട്ടി ഹോസ്റ്റലായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് അല്ല 1.5 അത്രയും മിനിറ്റ്സ് ഒക്കെ യാത്ര ഉണ്ടായിരുന്നു. അത് ബസ്സിലായിരിക്കും ചെയ്യുന്നത്. അപ്പം അത്രയും സ്ട്രെസ്ഡ് ആയിട്ട്, ഒരു പാട്ടും ഇല്ല, ഒരു ഫോണും ഇല്ല. നമ്മളങ്ങനെ ആയിരിക്കും എത്ര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ ആ ബസ്സിൽ കയറി കഴിഞ്ഞ് അവിടുത്തെ ചേട്ടന്മാർ അവിടുത്തെ പാട്ടിട്ട് വരുമ്പോൾ ഒരു സമാധാനം, പാട്ടൊക്കെ കേട്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ആ ഒരു യാത്ര, ബസ്സിലെ ഒരു യാത്ര, അതിപ്പോ ഇവിടെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം എവിടെയും കിട്ടിയിട്ടില്ല, അവിടെ തന്നെ കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? നമ്മുടെ കോളേജിന്റെ ബസ്സിലുള്ള ഒരു യാത്ര, അതെനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ട് തോന്നി. എന്നുവെച്ചാൽ നമുക്ക് പകുതി ടെൻഷൻ അവിടെ തന്നെ കുറയുവാണ് അല്ലേ? ശകലം ബസ്സിന് കയറി പോകുമ്പോൾ നമുക്ക് ടെൻഷൻ കുറയുവാണ്. തീർച്ചയായും നമ്മള് ബാക്കിയുള്ള ചിലപ്പോ ഈ അടുത്തുള്ള കുട്ടികൾ വിചാരിക്കും സോറി അങ്ങനെയല്ല, അവർക്കൊരു വിഷമമാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അവർ പലപ്പോഴും ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്നത് അവർക്കൊക്കെ പാട്ടൊക്കെ കേട്ട് വരാലോ, ഞങ്ങൾക്കൊരു പാട്ടൊക്കെ കേട്ട് ഇവിടെ കേൾക്കാൻ സംഭവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദൂരെ ഹോസ്റ്റലിൽ കിട്ടുന്നവര് ഇങ്ങനെ വിചാരിക്കും, അടുത്തായിരുന്നെങ്കിൽ പെട്ടെന്ന് പോയി പഠിച്ചിട്ട് വരായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കുറച്ച് എൻജോയ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യാനും കുറെ കൂടെ ഒക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അപ്പം ദൂരെ ഹോസ്റ്റലിൽ കിട്ടുന്ന കുട്ടികളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, ബ്രില്യന്റിനെ കുറ്റി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റും, കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും തീർച്ചയായും. ബ്രില്യൻ്റ് എന്ന് പറയുമ്പം മെയിൻലി അവിടുത്തെ ഹോസ്റ്റൽ റൂംമേറ്റ്സ്, പിന്നെ ടീച്ചേഴ്സ്, ഡയറക്ടേഴ്സ് ആണേലും മറ്റ് ടീച്ചേഴ്സ് ആണേലും എപ്പോഴും നമ്മുടെ കൂടെ ഭയങ്കര സപ്പോർട്ടീവായിട്ട്, അതെന്താ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അത്രയും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ടീച്ചേഴ്സ്, റൂംമേറ്റ്സ്, അതൊക്കെ തന്നെയാണ് മറക്കാനാവാത്ത എക്സ്പീരിയൻസ്. ആൻഡ് ഓൾസോ ബ്രില്യൻറ്റിലെ ഗ്രാൻഡ് സെറിമണീസ്, അതെല്ലാം ഭയങ്കര രസമായിരുന്നു. ശരിക്കും ഞങ്ങളുടെ തൊട്ട് മുമ്പേ വന്ന ബാച്ചിന്റെ വിക്ടറി ഡേയ്സ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു സ്വപ്നം. ആൻഡ് ഓൾസോ ദ മോട്ടീവ് ഫോഴ്സ്. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങളുടെ മുന്നേ ഉള്ള കുട്ടികൾ ഇടുമ്പോൾ അതൊക്കെ കണ്ടൊരു മോട്ടിവേഷൻ ആണ്. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ടെൻഷൻ വരുമ്പം മെയിനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് പോലെ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കൊല്ലം ബ്രില്യൻ്റ് വന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ എന്താ പറയുക, പഠിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട, അതിൻ്റെ മതി, ആ ഇൻസ്പിറേഷൻ മതി. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഈ മോഡലിൻ്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ രാത്രി ആയാലും ഉറക്കമില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി, അപ്പോൾ ഒരു സ്പിരിറ്റ് അങ്ങ് കയറും, പിന്നെ പഠിക്കാൻ അത് മതി. അപ്പോൾ എന്താണേലും ഇനി നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഡോക്ടറായി തീരുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു MBBS സീറ്റ് കിട്ടണം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ പഠിക്കണം എന്നായിരുന്നു. പക്ഷെ ഇനി നമ്മുടെ മുന്നിലുള്ള അടുത്തൊരു എയിം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഡോക്ടറായി തീരുക, ആ ഒരു ആതുര സേവന രംഗത്ത് ഏറ്റവും മികച്ച ഒരു പ്രവർത്തകയായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും ബ്രില്യന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നേരുകയാണ്. അപ്പോൾ മുന്നോട്ടേക്കുള്ള ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.